ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ദേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കമാണ്. ആശ നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ്, ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ ദേ വെയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉദിച്ചൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ അത് പുറത്തേക്കൊക്കെ ഇറങ്ങി സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങി ഒന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് വാഴയുടെയൊക്കെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ കിളികൾ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് തരം കിളിയാണെന്നറിയില്ല, എല്ലാ ദിവസവും വരും, കൂട്ടത്തോടെയാണ് പറഞ്ഞാൽ കുറേ നല്ല സൗണ്ടാണ് കേട്ടോ. എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ വളരെ കുറച്ചുള്ളൂ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണെങ്കിൽ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ചൂട്ടിന് ചോറ് കൊടുക്കാൻ പോയപ്പോൾ ഇവിടുത്തെ സെറ്റും മുണ്ടും ചേട്ടൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ച് രാവിലെ അലക്കിലാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ, ചിരട്ടപ്പുട്ടായിരുന്നു. പക്ഷെ ഞാൻ ചോറാണ് കേട്ടോ കൊണ്ടത്, പുട്ടൊന്നും കഴിക്കാൻ തോന്നാത്തതുകൊണ്ട്. അപ്പോൾ അച്ചൂട്ടിൻ്റെ അമ്മാമ്മയാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കണയാണ്. അങ്കൻവാടിയിലാണ് കേട്ടോ അമ്മ വർക്ക് ചെയ്യുന്നത്, അങ്കൻവാടിയിലെ ഹെൽപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ചൂട്ടനാണെങ്കിൽ വീഡിയോയും ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പൊസിഷനിൽ പിടിച്ചാലും ആൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അതേ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അച്ചൂട്ടൻ അമ്മാമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇടുകയാണ്. നമ്മൾ വെയിലുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടായിരുന്നത്. അപ്പോൾ അച്ചൂട്ടൻ്റെ അമ്മാമ്മയും അപ്പയും പോയി പണിക്ക്, അച്ചൂട്ടൻ്റെ മാമനും പണിക്ക് പോയി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനും അച്ചൂട്ടനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ അംഗം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അച്ചൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറുക്ക് കഴിക്കാനുള്ളൊരു പണിയിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറുക്കൊക്കെ കൊടുക്കണമെങ്കിൽ തന്നെ അച്ചൂട്ടൻ എന്തെങ്കിലും കളിപ്പാട്ടം കൈ കൊടുത്ത് നമ്മൾ ആ ശ്രദ്ധയൊക്കെ തിരിക്കുകയാണെങ്കിൽ അച്ചൂട്ടൻ നന്നായിട്ട് കഴിച്ചോളൂ. നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾ പെട്ടെന്ന് മേടിച്ച് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു കയ്യിൽ കുപ്പി ഇട്ടിട്ടുണ്ട്, ആ കുപ്പീനെ എങ്ങനെ പതിക്കുക എന്നുള്ള രീതിയിലാണ് അച്ചൂട്ടൻ കുറുക്ക്, അതിൻ്റെ ഇടയ്ക്ക് കുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് അച്ചൂട്ടൻ എന്തേ ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് പൊട്ടൊക്കെ തൊടിക്കാമെന്ന് വിചാരിച്ച് പൊട്ടൊക്കെ തൊടിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആൾ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ തുറന്നു. വീണ്ടും അപ്പോൾ അവനെ ഉറക്കിയിട്ട് എഴുതിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആശാനൊന്നിങ്ങനെ കിടന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ അച്ചൂട്ടൻ്റെ പൊട്ടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ അച്ചൂട്ടനെ എഴുതിച്ചത്. പൊട്ടൊക്കെ തൊട്ട് ഉറക്കി കഴിഞ്ഞ് വീണ്ടും തൊട്ടിലേക്ക് കിടത്തി. തൊട്ടിൽ കിടന്നാൽ കുറേ നേരം ഉറങ്ങിക്കോളും. അച്ചൂട്ടന് ഉറങ്ങുന്ന സമയത്ത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ചോറുണ്ടാന്ന് വിചാരിച്ച ആൾ എണീക്കണേന് മുന്നേ ചോറുണ്ടെങ്കിൽ പിന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ എണീക്കണേന് മുന്നേ അപ്പോൾ ചോറൊക്കെ ഉണ്ട്, മീൻകറിയും ബീറ്റ്റൂട്ട് തോരൻ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുണ്ട്. അപ്പോൾ അങ്ങനെ വൈകിട്ടത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞത് അച്ചൂട്ടൻ റൂമിലാണ് കേട്ടോ. അപ്പോൾ റൂമിലൊന്ന് ജനലിലൊക്കെ പിടിച്ച് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ആൾ എഴുന്നേറ്റ് നിന്ന് തുടങ്ങി. അപ്പോൾ ജനലിലൊക്കെ ഇങ്ങനെ പിടിച്ച് കയറി നിൽക്കുകയാണ്. വേറൊന്നുമല്ല, അപ്പുറമാണെങ്കിൽ അച്ചൂട്ടൻ്റെ അമ്മാമ്മ അലക്കുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനലിലിങ്ങനെ പിടിച്ച് കയറി നിൽക്കണത്. അപ്പോൾ അമ്മാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ രണ്ട് ജനൽ പാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ആൾ പുറത്തേക്ക് പോകാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ ഗൈസ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹരിത കർമ്മസേനയുടെ 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ കവറിൽ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാർ അതൊക്കെ വന്ന് എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴക്കാറൊക്കെ വെച്ച് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, ഇടിയൊക്കെ കുടുങ്ങി തുടങ്ങി. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിച്ചു, കാരണം മഴയൊക്കെ പെയ്യുമല്ലോ, നല്ല ചൂടല്ലേ. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു തണുപ്പൊക്കെ കിട്ടുമല്ലോ എന്ന്. അപ്പോഴാണ് ഗൈസ് കിലുക്കത്തിൽ രേവതി ചേച്ചി പറഞ്ഞ പോലെ
ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ മഴയും വന്നില്ല, ഒന്നും വന്നില്ല, വെറുതെ നമ്മളെ കൊതിപ്പിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ എന്നാൽ മഴ പെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും അച്ചൂട്ടനും കൂടി വൈകിട്ട് അങ്ങ് വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. അപ്പോൾ അപ്പുറത്തേ പ്ലോട്ട് തിരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ പിള്ളേർ ഒക്കെ കൂടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ചൂട്ടനാണെങ്കിൽ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും മാനത്തേക്ക് നോക്കിയിരിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, അവിടെ ചെറിയൊരു മഴവില്ല് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോഴത്തേന് ഇച്ചിരി ലേറ്റായിപ്പോയി, അതാണ് അങ്ങനെ ചെറുതായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ടാറ്റാ.